ഹായ് എവരിവൺ, സ്പോക്കൺ ഹിന്ദിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 100 ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 100 ക്ലാസ് 10,000 വേർഡ്സോളം പഠിക്കും, പ്ലസ് 1,00,000 സെന്റൻസുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അല്ലേ. നമുക്ക് നോക്കാം. ആദ്യത്തേത് ചോടന. ചോടന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വിടുക എന്നാണ്. പക്ഷെ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അല്ലെ. ചോട് തൂങ്ക, ചോട് തൂങ്കി, ചോടന, അതുപോലെ തന്നെ ചോട് ദിയ, ഇതൊക്കെ ചോട് ദി, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് അല്ലെ. ഇത് എങ്ങനെ ഉപയോഗിക്കാം തെറ്റുകൂടാതെ നമുക്ക് നോക്കാം. ആദ്യത്തെ വേർഡ് ചോടന അല്ലെ. മേ തുമേ ഗർ ചോട് ദൂങ്ക, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം എന്നാണ് പറയുന്നത്. മേ തുമേ ഗർ ചോട് ദൂങ്ക, ഇതൊരു മെയിൽ പറയുമ്പോൾ. ഫിമെയിൽ പറയുമ്പോൾ മേ തുമേ ഗർ ചോട് ദൂങ്കി, തുമേ നിങ്ങളെ എന്നാണ് അർത്ഥം. ഓക്കെ, നിന്നെ എന്ന് പറയാൻ തുജെ എന്ന് ഉപയോഗിക്കും. ക്ലിയർ. അപ്പൊ മേ തുമേ ഗർ ചോട് ദൂങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം. ഓക്കെ, മേ തുജെ ഗർ ചോട് ദൂങ്ക, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ഓക്കെ, ഒരു മെയിൽ പറയാണ്. ഫിമെയിൽ പറയുമ്പോൾ എങ്ങനെ പറയും? മേ തുമേ ഗർ ചോട് ദൂങ്കി, ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം. മേ, ആ മേ ആരാണ്? ഒരു സ്ത്രീയാണ്. ക്ലിയർ. നെക്സ്റ്റ് മേ തുജെ ഗർ ചോട് ദൂങ്കി, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ക്ലിയർ. നെക്സ്റ്റ് നോക്കാം. മുझे छोड़ दो. മുझे छोड़ दो പറഞ്ഞാൽ എന്നെ വിടൂ എന്നാണ്. മുझे छोड़ दो, എന്നെ വിടൂ. മുझे छोड़ दो, എന്നെ വിടൂ. ക്ലിയർ. തുമ്നെ മേരാ നാം ക്യോ ചോടാ. തുമ്നെ മേരാ നാം ക്യോ ചോടാ, എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പേര് ഉപേക്ഷിച്ചത് എന്നാണ് ഇവിടെ വരുന്നത് അല്ലെ. ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിട്ടുപോവുക, വിടുക. അപ്പൊ ചോടന, ചോട. ഓക്കെ, ചോട എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ഉസ്നെ ദാരു ചോർദി, അവൻ എന്തായി? അവൻ കണ്ണുകൂടി നിർത്തി എന്നാണ് അർത്ഥം. ക്ലിയർ. ഉസ്നെ ദാരു ചോർദി, ഇവിടെ ചോർദി വന്നു. ദാരു എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ഈ ചോർദി എന്ന് പറഞ്ഞത്. ചോർദിയ എന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പം ചോർദിയ, ചോർദി എന്നൊക്കെ എവിടെയാ ഉപയോഗിക്കുക? തൊട്ട് ആ വേർഡ് എന്താണ്? ആ വേർഡ് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉസ്നെ ദാരു ചോർദി, അവൻ മദ്യപാനം ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. സിഗരറ്റ്, ഉസ്നെ സിഗരറ്റ് ചോർദി, അവൻ സിഗരറ്റ് വലി നിർത്തി. ക്ലിയർ. അപ്പൊ ചോർദി ഉപേക്ഷിച്ചു. അപ്പൊ എന്താണ്? ഉസ്നെ സിഗരറ്റ് ചോർദി അല്ലെങ്കിൽ ഉസ്നെ സിഗരറ്റ് പീനാ ചോർദി എന്നൊക്കെ പറയാം. ഓക്കെ, സിഗരറ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ദാരു എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. ഉസ്നെ തമ്പാക്കു ചോർദിയ, ഈ രണ്ട് സ്ഥലത്ത് ചോർദി എന്ന് വന്നു, ഇവിടെ ചോർദിയ എന്ന് വന്നു. കാരണം എന്താണ്? ഇത് ഇവിടെ നമ്മൾ പറയുന്നത് തമ്പാക്കുവിനെ കുറിച്ചാണ് അല്ലെ. തമ്പാക്കു. അപ്പൊ ഉസ്നെ തമ്പാക്കു ചോർദിയ, അവൻ എന്ത് പുകയില ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. ക്ലിയർ. അപ്പൊ ചോർദിയ എന്ന് വന്നു. എന്തുപേക്ഷിച്ചു? തമ്പാക്കു ഉപേക്ഷിച്ചു. തമ്പാക്കു എന്താണ്? ഒരു പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് തമ്പാക്കു ചോർദിയ എന്ന് വന്നത്. ക്ലിയർ. ഉസ്നെ മുझे घर छोड़ा, അവൻ എന്നെ വീട്ടിലിറക്കി എന്നാണ് ഇവിടെ അർത്ഥം. അപ്പൊ ചോടന എന്ന് പറഞ്ഞാൽ വെറും വിടുക എന്ന് മാത്രമല്ല അല്ലെ, ഉപേക്ഷിച്ചു. പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചോടന എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായി? അവൻ വീട്ടിലിറക്കി എന്ന് പറയാൻ വേണ്ടിട്ട്. ഓക്കെ, അവൻ വീട്ടിൽ വിട്ടു, എന്നെ വീട്ടിൽ വിട്ടു. അപ്പൊ ഉസ്നെ മുझे घर छोड़ा, അവൻ എന്നെ വീട്ടിൽ വിട്ടു. ठीक है. गाड़ी स्टेशन से छूटने वाली है. गाड़ी, വണ്ടി സ്റ്റേഷൻ സെ ചൂട്ടിനെ വാലി ഹെ, ട്രെയിൻ സ്റ്റേഷൻ വിടാൻ പോവുകയാണ് എന്നാണ്. അപ്പോൾ ചൂട്ടിനെ വാല, ചൂട്ടിനെ വാലി എന്നൊക്കെ നമുക്ക് ഈ ചോടന എന്നുകൊണ്ട് നമുക്ക് ചൂട്ടിനെ വാല, ചൂട്ടിനെ വാലി എന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ഗാഡി സ്റ്റേഷൻ സെ ചൂട്ടിനെ വാലി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ സ്റ്റേഷൻ വിടാൻ ഇപ്പൊ വിടുന്നൊക്കെ പറയാമല്ലോ. ഇപ്പൊ വണ്ടി ഇപ്പൊ അവിടെ വിടും. അപ്പോൾ ഗാഡി സ്റ്റേഷൻ സെ ചൂട്ടിനെ വാലി ഹെ എന്നാണ് പറഞ്ഞത്. ക്ലിയർ. ഈ വാലി ഹേ എന്ന് പറയാൻ ഗാഡി എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, ഗാഡി ചൂട്ട് ഗൈ, ഇവിടെ എന്തായി? എനിക്ക് ട്രെയിൻ മിസ്സായി എന്നിങ്ങനെ പറയും നമ്മൾ. മുझे ഗാഡി ചൂട്ട് ഗൈ, എന്താണ് വിട്ടുപോയത്? ഗാഡിയാണ്. ആ ഗാഡി എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ചൂട്ട് ഗൈ എന്ന് ഉപയോഗിക്കുന്നത്. വളരെ ആൾക്കാർക്കുള്ള സംശയമാണ് ചൂട്ട് ഗൈ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോൾ മേരി ഗാഡി ചൂട്ട് ഗൈ എന്ന് പറയാം, മുझे ഗാഡി ചൂട്ട് ഗൈ എന്ന് പറയാം, എനിക്ക് എൻ്റെ വണ്ടി മിസ്സായി. ഓക്കെ, ട്രെയിൻ ചൂട്ട് ഗൈ നമുക്ക് പറയാം. ഓക്കെ, ട്രെയിൻ ചൂട്ട് ഗൈ. അതന്നെ നമുക്ക് ട്രെയിൻ ചൂട്ട് ഗൈ എന്നുള്ളത് അതിൻ്റെ അർത്ഥം വേറെയും വരുന്നു. ട്രെയിൻ വിട്ടു എന്ന് നമുക്ക് ട്രെയിൻ ചൂട്ട് ഗൈ എന്ന് പറയാം. ഓക്കെ, ട്രെയിൻ നിക്കൽ ഗൈ, ട്രെയിൻ ചലി ഗൈ, ട്രെയിൻ ചൂട്ട് ഗൈ ഒക്കെ ട്രെയിൻ അത് റെയിൽ വിട്ടു എന്നാണ് അർത്ഥം. ക്ലിയർ. നെക്സ്റ്റ് മേ തുമേനെ ചോടുക, ദേഷ്യത്തിൽ ബൈ മേ തുമേനെ ചോടുക എങ്ങനെ പറഞ്ഞാൽ ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിങ്ങളെ വിടില്ല എന്നാണ് അർത്ഥം. ക്ലിയർ. മേ തുമേനെ ഹി ചോടുക. ठीक है. मैं दिखाऊंगा, मैं तुम्हें नहीं छोड़ूंगा. ഇതൊരു മെയില് പറയുകയാണ്. സ്ത്രീ പറയുമ്പോൾ मैं तुम्हें नहीं छोड़ूंगी. ക്ലിയർ. मैं तुम्हें नहीं छोड़ूंगी. അപ്പോൾ मैं तुम्हें नहीं छोड़ूंगा അല്ലെ मैं तुझे नहीं छोड़ूंगा, ഞാൻ നിന്നെ വിടില്ല. मैं तुम्हें नहीं छोड़ूंगा, ഞാൻ നിങ്ങളെ വിടില്ല എന്നാണ് അർത്ഥം. ठीक है. छोड़ना
മേ ആപ്കോ തുമേ നെഹി ചോടുക. തൊട്ട് മുമ്പേ തുജെ എന്നാണ് വന്നത്, നിനക്ക് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ താങ്കളെ അല്ലെങ്കിൽ നിങ്ങളെ എന്ന് പറയാൻ നമ്മൾ പറയും മുജി മേ തുമേ മേ ആപ്കോ നെഹി ചോടുക, ഞാൻ താങ്കളെ വിടില്ല. മേ തുമേ നെഹി ചോടുക, ഞാൻ നിങ്ങളെ വിടില്ല. ഓക്കെ, മേ തുജെ നെഹി ചോടുക, ഞാൻ നിന്നെ വിടില്ല. ഈ ചോടുങ്കി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പറഞ്ഞു. ഓക്കെ, സ്ത്രീ പറയുമ്പോൾ മേ തുമേ നെഹി ചോടുങ്കി, മേ തുജെ നെഹി ചോടുങ്കി, മേ ആപ്കോ നെഹി ചോടുങ്കി എന്ന് പറയണം. മേ ഉസേ നെഹി ചോടുക, ഞാൻ അവളെ വിടില്ല. ഓക്കെ, അവളെ വിട്ടാലും അവനെ വിട്ടാലും നമുക്ക് മേ ഉസേ നെഹി ചോടുക എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ മേ ഉസേ നെഹി ചോടുങ്കി എന്ന് പറയുന്നത് അതൊരു ഫീമെയിൽ പറയുകയാണ്. ക്ലിയർ? നെക്സ്റ്റ്, മേരെ ഹാത്ത് ചോടോ, മേരെ ഹാത്ത് ചോടോ, എൻ്റെ കൈ വിടൂ. മേരെ ഹാത്ത് ചോടോ, എൻ്റെ കൈ വിടൂ എന്നാണ്. ഓക്കെ, മേരെ ഹാത്ത് ചോടോ, എൻ്റെ കൈ വിടൂ. ക്ലിയർ? ഹിന്ദി അത്യാവശ്യം അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ നമുക്കറിയാം, നമ്മുടെ വെബ്സൈറ്റിൽ ക്ലാസ്സുകളുണ്ട്. ക്ലിയർ? അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനും ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. താല്പര്യമുള്ള ആൾക്കാർ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ക്ലാസ്സിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം. 60 ക്ലാസ്സുകൾ കണ്ടാൽ മതി. ക്ലിയർ? താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. ക്ലിയർ? ഭാഗ്ന, രക്ഷപ്പെടുക. ഭാഗ്ന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. ലൈറ്റ് ഭാഗ്യ, ഈ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വെറും രക്ഷപ്പെടുക മാത്രമാണോ? ഓടുക, പോയി, ഇതിനൊക്കെ നമ്മൾ ഭാഗ്ന എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ? ഓടുക അല്ലെങ്കിൽ രക്ഷപ്പെടുക, പോയി, ഇതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഭാഗ്ന നമുക്ക് പല സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈറ്റ് ഓടിപ്പോയി എന്നാണോ ഇവിടെ പറഞ്ഞത്? രക്ഷപ്പെട്ടു എന്നാണോ പറഞ്ഞത്? അല്ല. ഓക്കെ, ഓടിപ്പോവുക, രക്ഷപ്പെടുക, ഇതിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കും? ഈ ഭാഗ്ന എന്ന് ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? ലൈറ്റ് ഭാഗ്യ. ലൈറ്റ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ബിജിലി ഭാഗ്യ. ക്ലിയർ? ബിജിലി ഭാഗ്യ, കറണ്ട് ഓടിപ്പോയി എന്നല്ല അർത്ഥം, വെളിച്ചം പോയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കറണ്ട് ഭാഗ്യ അല്ലെങ്കിൽ ലൈറ്റ് ഭാഗ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭാഗ്ന, രക്ഷപ്പെടുക. ലൈറ്റ് ഭാഗ്യ, ലൈറ്റ് ചലി ഗയി എന്നൊക്കെ നമുക്ക് പറയാം. ലൈറ്റ് ഭാഗ്യ എന്ന് പറഞ്ഞാൽ വെളിച്ചം പോയി എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ്, വോ ഭാഗ്യ. ഇവിടെ വ എന്ന് പറഞ്ഞാൽ അവനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. വ എന്ന് പറഞ്ഞാൽ അവൻ. വോ ഭാഗ്യ, അവൻ ഓടിപ്പോയി എന്നാണ് ഇവിടെ അർത്ഥം. വോ ഭാഗ്യ അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. വോ ഭാഗ്യ, ഇവിടെ അവളായി. ഈ ഇവിടെ വ എന്ന് പറഞ്ഞാൽ എന്തായി? അവള് എന്നാണ് അർത്ഥം. ക്ലിയർ? അപ്പൊ വോ ഭാഗ്യ, അവൾ ഓടിപ്പോയി. ഇവിടെ ഈ എന്നായി, ഗയി എന്നായി. കാരണം എന്താണ്? ഈ വഹ് നമ്മളിവിടെ അവളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ? അവളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വോ ഭാഗ്യ, അവള് ഓടിപ്പോയി. വോ ഭാഗ്യ, അവൻ ഓടിപ്പോയി. നെക്സ്റ്റ്, മേ ഉസ്കെ പീछे ഭാഗ. ഇവിടെ ഭാഗ എന്നാണ്. ക്ലിയർ? ഇവിടെ ഭാഗ എന്നാണ്, ബഗ എന്നല്ല, ഭാഗ. ടീക്കെ? അപ്പോൾ ഞാൻ അവന്റെ പിന്നാലെ ഓടി എന്ന് എങ്ങനെ പറയും? മേ ഉസ്കെ പീछे ഭാഗ, മേ ഉസ്കെ പീछे ഭാഗ, മേ ചോർ കെ പീछे ഭാഗ, ഞാൻ കള്ളന്റെ പിന്നിലേക്കൂടെ ഓടി എന്നാണ് അർത്ഥം. ടീക്കെ? ചോർ ഭാഗ്യ, കള്ളൻ ഓടിപ്പോയി. അപ്പോൾ ഓടിപ്പോവുക, രക്ഷപ്പെടുക, ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ? ഈ ഭാഗ്ന എന്ന് ഉപയോഗിക്കും. ടീക്കെ? മേ ഭാഗൂങ്ക, ഞാൻ ഓടിപ്പോവും. മേ ഭാഗൂങ്ക. ടീക്കെ? അല്ലെ മേ ഭാഗൂങ്കി, ഒരു സ്ത്രീ പറഞ്ഞാൽ മേ ഭാഗൂങ്കി. ടീക്കെ? വോ ഡർക്കർ ഭാഗ്യ, അവനത് പേടിച്ചിട്ട് ഓടിപ്പോയി. വോ ഡർക്കർ ഭാഗ്യ, അവനെ പേടിച്ചിട്ട് ഓടിപ്പോയി, രക്ഷപ്പെട്ടു എന്നൊക്കെ നമുക്ക് പറയാം. വോ ഡർക്കർ ഭാഗ്യ അല്ലെങ്കിൽ വോ ഡർക്കെ ഭാഗ്യ എന്ന് നമുക്ക് പറയാം. സ്ത്രീ ആണെങ്കിൽ വോ ഡർക്കെ ഭാഗ്യ എന്ന് പറയും. ഓക്കെ, സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. വോ ഡർക്കെ ഭാഗ്യ, വോ അവളാണ്. വോ ഡർക്കെ ഭാഗ്യ, അവൾ പേടിച്ചിട്ട് പോയി. വോ ഡർക്കെ ഭാഗ്യ, അവൻ പേടിച്ചിട്ട് പോയി. നെക്സ്റ്റ്, ബഗാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടിപ്പിക്കരുത് എന്നാണ്. ബഗാവത്ത് ഓടിപ്പിക്കരുത് എന്നാണ്. ടീക്കെ? ഭാഗവമത്ത് എന്ന് പറഞ്ഞാൽ ഓടരുത്. കുട്ടികളോടൊക്കെ നമ്മൾ പറയാറില്ലേ? ഭാഗവമത്ത് എന്ന് പറഞ്ഞാൽ ഓടരുത്. ഓക്കെ, ബഗാവമത്ത്. ആ കുത്തേക്കോ ബഗാവമത്ത് എന്ന് പറഞ്ഞാൽ കുത്തേനെ ഓടിപ്പിക്കരുത്, പട്ടീനെ ഓടിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഭാഗ്ന, ബഗാന, ഒരാളെ നമ്മൾ ഓടിപ്പിക്കുന്നുണ്ടെങ്കിൽ ബഗാന എന്ന് പറയും. അപ്പൊ കുട്ടിയെ ഭാഗവമത്ത് നമ്മൾ പറയും അല്ലെ? കുട്ടികളോടൊക്കെ നമ്മൾ പറയാ ഭാഗവമത്ത്, മത് ഭാഗോ എന്ന് പറഞ്ഞാൽ ഓടരുത് എന്നാണ്
അർത്ഥം. ഗാഡി ജാദാ മത് ബഗാവോ, അധികം സ്പീഡിൽ ഡ്രൈവ് ചെയ്യല്ലേ എന്നാണ്. ഗാഡി ജാദാ മത് ബഗാവോ. ക്ലിയർ? അപ്പൊ നമ്മൾ ഈ ഭാഗ്ന എന്ന് പറഞ്ഞാൽ വെറും രക്ഷപ്പെടുക മാത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ല. അല്ലെ ഓടുക മാത്രമാണോ, ഓടിപ്പോയി എന്ന് മാത്രമാണോ? അല്ല, പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് അഡ്വാൻസ് സ്റ്റേജ് ആണ്. ഇപ്പൊ വെബ്സൈറ്റിലെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വരുന്നവർ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സമയ ബഹുത് തേജ് ഭാഗ് രഹാ ഹൈ. സമയ ബഹുത് തേജ് ഭാഗ് രഹാ ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം പെട്ടെന്ന് പോകുന്നുണ്ട് അല്ലെ. സമയം തേജ് ഭാഗ്. ഓഫീസിൽ ഇരിക്കുന്നവർക്ക് പറയാം, യാർ സമയം ബഹുത് തേജ് ഭാഗ് രഹാ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സമയം പോകുന്നുണ്ട് അല്ലെ, അറിയുന്ന പോലും ഇല്ല. ദിൻ ഭാഗ് രഹാ, ദിൻ ഭാഗ് രഹാ ഹൈ. ദിൻ ഒരു സ്ത്രീലിംഗ ശബ്ദമല്ല, പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, ദിൻ എന്ന് പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ ദിൻ ഭാഗ് രഹാ ഹൈ. താരിഖ് ഭാഗ് രഹി ഹൈ, താരിഖ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പൊ താരിഖ് ഭാഗ് രഹി ഹൈ എന്ന് പറയുള്ളൂ. ഓക്കെ, തീയതി പെട്ടെന്ന് പോകുന്നുണ്ട്, അപ്പൊ പെട്ടെന്ന് ദിവസം പോകുന്നുണ്ടെന്ന് പറയില്ല. അപ്പം ദിൻ ഭാഗ് രഹാ ഹൈ, അല്ലെ സമയ ഭാഗ് രഹാ ഹൈ, പെട്ടെന്ന് സമയം പോകുന്നുണ്ട്. വോ ജാദാ ഭാഗ് നഹീ പായേഗ, അവരധികം ഓടുകയില്ല, ഓടാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാം. വോ ജാദാ ഭാഗ് നഹീ പായേഗ. ഓക്കെ, വോ ജാദാ ഭാഗ് നഹീ പായേഗ. വോ ജാദാ ഭാഗ് നഹീ സക്ത, അവനധികം ഓടാൻ പറ്റത്തില്ല. വോ ജാദാ ഭാഗ് നഹീ സക്തി, അവൾക്ക് അധികം ഓടാൻ സാധിക്കത്തില്ല. മേ ജാദാ ഭാഗ് നഹീ സക്ത, എനിക്ക് അധികം ഓടാൻ സാധിക്കില്ല. അതൊരു മേല്. മേ ജാദാ ഭാഗ് നഹീ സക്തി, എനിക്ക് അധികം ഓടാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഓടുക, രക്ഷപ്പെടുക പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ അതാണ് ഇപ്പൊ മലയാളത്തിൽ നമ്മളൊരു വേർഡ് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയിൽ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കും. കാട്ടന എന്ന് പറഞ്ഞാൽ വെറും മുറിക്കുക മാത്രമല്ല. ഓക്കെ, കാട്ടന എന്ന് പറഞ്ഞാൽ ദിൻ കാട്ടന എന്ന് പറഞ്ഞാൽ ദിവസം മുറിക്കുക എന്നാണോ? അല്ല, ദിൻ കാട്ടന എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ നമ്മൾ എന്താ പറയുക, ദിൻ കാട്ടന എന്നാൽ ആ ദിവസം നമ്മൾ അത് നമുക്ക് തീരുന്നില്ല എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ പറയാം. ദിൻ കാട്ടറാഹും, ദിൻ കാട്ടറാഹും, ഞാൻ കൗണ്ട് ചെയ്യുകയാണ്, ദിവസം കണക്ക് കൂട്ടിയൊക്കെയാണ്. ദിൻ കാട്ടറാ ചുട്ടി ജാന, ദിൻ കാട്ടറാഹും, ഓരോ ദിവസം പണി ഭയങ്കര കൂടുതൽ, ദിൻ കാട്ടറാഹും യാർ അങ്ങനെ പറയും നമ്മൾ. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് ദിവസം നമ്മൾ മുറിക്കുന്നു എന്നാണോ? അല്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഹിന്ദിയിൽ പല രീതികളുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാം. ടീക്കെ, കുത്തേക്കോ ബഗാവോ, നായെ ഓടിക്കൂ. ഓക്കെ, കുത്തേക്കോ ബഗാവോ, നായെ ഓടിക്കൂ എന്നാണ്. ടീക്കെ, മേരെ സാത്ത് ഭാഗോ, എൻ്റെ കൂടെ ഓടൂ, എന്നോടൊപ്പം ഓടൂ. മേരെ സാത്ത് ഭാഗോ എന്നാണ്. ഓക്കെ, ഭാഗോ, എൻ്റെ കൂടെ ഓടൂ. ടീക്കെ, മേരെ സാത്ത് ഭാഗോ, എൻ്റെ കൂടെ രക്ഷപ്പെടൂ എന്ന് നമുക്ക് പറയാമെങ്കിൽ. ക്ലിയർ? നെക്സ്റ്റ്, ദിൻ ഭാഗ് രഹാ ഹൈ, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലെ, ദിൻ ഭാഗ് രഹാ ഹൈ. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസമാണ്. ടീക്കെ, ദിൻ ഭാഗ് രഹാ ഹൈ, ദിവസങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മൾ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ നമ്മൾ ദിൻ ഭാഗ് രഹാ ഹൈ എന്ന് പറയും. ദിൻ കാട്ട് രഹാ ഹൈ എന്നാൽ ഞാൻ ദിവസം ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളിങ്ങനെ പറയും. ദിൻ കാട്ട് രഹാ ഹൈ എന്ന് പറയാം. ഓക്കെ, ദിൻ കാട്ട് രഹാ ഹൈ എന്ന് പറയാം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിന് പല രീതിയിൽ നമുക്ക് മാറ്റിയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, നമ്മളിങ്ങനെ ഉപമ എന്നൊക്കെ പറയുന്ന പോലെ ഇല്ലേ, അപ്പൊ അതുപോലെയൊക്കെ നമുക്ക് ഹിന്ദിയിലും കുറേ വേർഡ്സുകളുണ്ട്. ഇതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ വരേണ്ട കാര്യങ്ങളാണത്. അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ പഠിക്കാം. ഓക്കെ, 100 ക്ലാസ്സിൽ നിങ്ങളതെല്ലാം പഠിക്കും. അഡ്വാൻസ് സ്റ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാം. വെബ്സൈറ്റിൽ ക്ലാസ്സുകൾ വളരെ വ്യക്തമായിട്ട്, അതായത് ഒരു ഡെഡിക്കേറ്റഡ് ക്ലാസ് ആണ് അത്. വെറും നിങ്ങളിപ്പോൾ ഒരു ട്യൂഷൻ സെന്ററിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സെന്ററിൽ പോയിട്ട് ക്ലാസ്സുകൾ കാണുന്ന പോലെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റും, നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒക്കെ ഒരു PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പോസ് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണുക. സംശയമുള്ള ആൾക്കാർ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഞാൻ തന്നിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യാം. ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാൻ. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടത്തേക്ക് വരിക. കാരണം എന്ന് വെച്ചാൽ ഇത് അഡ്വാൻസ് ആയിട്ട് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം, 30 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം, 2 മാസം കൊണ്ട് പഠിച്ചു തീർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 60 ക്ലാസ്സുകൾ നിങ്ങൾ എങ്ങനെ കണ്ട് പഠിച്ച് തീർക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ട ആൾക്കാർ എന്തായാലും ഇതിന് കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ഷെയർ ചെയ്ത ആൾക്കാർ എന്തായാലും ഷെയർ ചെയ്യുക. ഓക്കെ, കാരണം നമ്മളിത് പ്രസൻറ്റേഷനൊക്കെ ആക്കിയിട്ട് ക്ലാസ്സുകൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാത്തത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.